أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وتباعه وأهل بيته كلهم أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്ത സർവ്വതെറ്റുകളും അത്യുദാരനായ റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പരിപൂർണമായി മാപ്പ് തന്നു മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം പരിപൂർണമായ ഇബാദത്തോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഉസ്താദുമാർ ഏവർക്കും അല്ലാഹു നസീബാക്കട്ടെ. രോഗങ്ങൾ, മറ്റ് പ്രയാസങ്ങൾ, സങ്കടങ്ങൾ എല്ലാത്തിനും ശിഫയും സലാമത്തും തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തെ നമ്മുടെ മുഴുവൻ ഹാജിമാരെയും അല്ലാഹു സ്വീകരിക്കട്ടെ. അവരുടെ അമലുകൾ മഖ്ബൂലായി, മബ്റൂറായി, മർളിയായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. മരിച്ചുപോയവർ നമ്മുടെ കാരണവന്മാർ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഖബറുകൾ അല്ലാഹു വെളിച്ചമാക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച ജുമയ്ക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടുമ്പോൾ ദുൽഹജ്ജ് 2 അതല്ലെങ്കിൽ 3 നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടാകും. ദുൽഹജ്ജിൻ്റെ ദിനരാത്രങ്ങൾ, പ്രത്യേകിച്ച് ആദ്യത്തെ 10 രാവുകളും പകലുകളും പരിശുദ്ധമായ റമളാൻ അതിൻ്റെ ദിനരാത്രങ്ങളോട് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് ദുൽഹജ്ജിലെ ദിനങ്ങളാണ് എന്ന് അഫ്ളലു അയ്യാമി ദുനിയ, ഈ ദുനിയാവിലെ ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠമായ ദിവസങ്ങൾ അത് അൽ അശ്ർ, യഅനി അശ്റ ദിൽ ഹിജ്ജ, ദുൽഹജ്ജിലെ 10 ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഫജ്ർ സൂറത്തിലൂടെ സത്യം ചെയ്യാൻ വേണ്ടി വൽ ഫജ്രി വലയാലിൻ അശ്ർ 10 രാത്രികളെ കൊണ്ട്
ഏറ്റവും സുപ്രധാനമായ വസ്തുക്കളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത്. പ്രത്യേകം സത്യം ചെയ്യാൻ വേണ്ടി 10 രാത്രികൾ, അത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 രാത്രികളാണ് എന്നതാണ് പ്രബലമായൊരു അഭിപ്രായം. പരിശുദ്ധമായ ഖുർആനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളും ഒക്കെ കടന്നുവരുന്ന ദുൽഹജ്ജ് മാസത്തിലെ പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങളുടെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ദിവസങ്ങളുടെ മഹത്വം, അതിൻ്റെ ഫളൽ, അതിൻ്റെ ഖൈറാത്തുകൾ, അതിലെ അനുഗ്രഹങ്ങൾ, അതിലെ പുണ്യങ്ങൾ, അതിലെ നേട്ടങ്ങൾ, അതിലൂടെ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ഇബാദത്തിനുള്ള പ്രാധാന്യം അത് റമളാനിന്റെ ദിവസങ്ങളിലേതുപോലെയാണ്. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മഹാനായ സഹാബി, അലൈക്കും ബിസ്സിയാമി അയ്യാമിൽ അശ്ർ, ദുൽഹജ്ജിലെ ആദ്യത്തെ 10 നിങ്ങൾ നോമ്പുകാരാകണം, സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണം. ആദ്യത്തെ 10 മാത്രമല്ല, വൈക്സാരി ദുആ, ധാരാളമായിട്ട് ദുആ നിങ്ങൾ നിർവഹിക്കണം. വല്ലിസ്തിഗ്ഫാർ, ധാരാളം അല്ലാഹുവിനോട് പൊറുക്കൽ തേടണം. വസ്സദഖ, ധാരാളം നിങ്ങൾ സദഖ കൊടുക്കണം. കാരണം എന്താണ്? ഫഇന്നി സമിഅതു നബിയക്കും മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നിങ്ങളുടെ പ്രവാചകൻ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനൊരു ഹദീസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ വൈലു ലിമൻ ഹുരിമ ഖൈറ അയ്യാമിൽ അശ്ർ. അൽ വൈൽ, ഏറ്റവും വലിയ നാശമാർക്കാണ്, അപകടമാർക്കാണ്. ലിമൻ ഹുരിമ, ലിമൻ ഒരാൾക്കാണ്, ഹുരിമ അവന് തടയപ്പെട്ടുപോയി. ഖൈറ അയ്യാമിൽ അശ്ർ, ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങളുടെ രാപ്പകലുകളിലെ നന്മകൾ അവന് നഷ്ടപ്പെട്ടു പോയി. അവനാണ് ഏറ്റവും വലിയ നാശം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കണം, ദുആ വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, സദഖകൾ വർദ്ധിപ്പിക്കണം. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സഹാബി, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് ദുൽഹജ്ജിനെ പറ്റി കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള സഹാബി നമുക്ക് പഠിപ്പിച്ചു തരാണ്. മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അമലുകൾ ചെയ്യും പോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസങ്ങളില്ല തന്നെ. അത്രത്തോളം അള്ളാഹുവിന് ഇബാദത്ത് തന്റെ അടിമകൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട വേറെ ദിവസങ്ങളില്ല. അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ നമ്മുടെ അമലുകൾ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വല്ലാത്ത നേട്ടമുള്ള, സൗഭാഗ്യങ്ങൾ നിറഞ്ഞ, അതുകൊണ്ട് തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ദിവസങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതെന്തിനാണത്? ഹാജിമാർ ഹജ്ജ് ചെയ്ത് പരിശുദ്ധരായിട്ട് മടങ്ങുമ്പോ ഹജ്ജിന് പോകാത്ത നമുക്ക് പരിശുദ്ധരാകാനുള്ള അള്ളാഹുവിന്റെ പടച്ചവൻ ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഹാജിമാര് ലക്ഷങ്ങൾ മുടക്കി
പരിശുദ്ധമായ ഹറമുകളിൽ പോയി പാപങ്ങളിൽ നിന്ന് പരിശുദ്ധരായി അവര് മടങ്ങുമ്പോ നമ്മെ പരിശുദ്ധരാക്കാനുള്ള അള്ളാന്റെ ഒരു സംവിധാനമാണ്. അതുകൊണ്ട് വരുന്ന ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ അത് നമ്മുടെ കഴിവിന്റെ പരമാവധി ആ ദിവസങ്ങൾ ഗൗരവത്തോടെ കാണാൻ നമുക്ക് കഴിയണം. എന്തെങ്കിലും പരിഗണന എന്നേലും കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് എന്തെങ്കിലും പരിഗണന. ഇത് സാധാ ദിനരാത്രങ്ങളല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇബാദത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പരിഗണന കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് അപകടമാണ്. യുസ്തഹബ്ബു അത്തബ്കീറു ഇലൽ ഫറാഇൽ. ഫർള് നിസ്കാരങ്ങൾക്ക് നേരത്തെ പുറപ്പെടൽ സുന്നത്താണ്. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഫർള് നിസ്കാരങ്ങൾക്ക് അല്പം നേരത്തെ പോവാ. സാധാരണ പോകുന്നതിനേക്കാൾ അല്പം നേരത്തെ, അത് സുന്നത്താണ്. അതുപോലെ വൽ ഇക്സാറു മിനൻ നവാഫിൽ, സുന്നത്തുകൾ കൂടുതലായിട്ട് ചെയ്യാം. സുന്നത്തുകൾ, പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ, അതൊക്കെ കൂടുതലായിട്ട് ചെയ്യാം. അതുപോലെ സുന്നത്ത് നോമ്പുകൾ, അലൈക്കും ബിസ്സിയാമി അയ്യാമിൽ അശ്ർ, ആദ്യത്തെ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ദുൽഹജ്ജ് 10 ബലിപെരുന്നാൾ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള 9 ദിവസങ്ങൾ സുന്നത്ത് നോമ്പനുഷ്ഠിക്കുക. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നവർ അങ്ങ്, ഏറ്റവും ചുരുങ്ങിയത് തിങ്കൾ വ്യാഴം ആ ദിവസങ്ങളെങ്കിലും ചെയ്യാൻ പറ്റുന്നു. 2 ദിവസം കഴിയില്ല, ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും തിങ്കളോ വ്യാഴോ. ഏറ്റവും ചുരുങ്ങിയത് ദുൽഹജ്ജ് 9 അറഫ നോമ്പ്, അത് നമ്മൾ ഒഴിവാക്കിയേക്കരുത്. അതിനെപ്പറ്റി പറയാൻ നമുക്ക് സമയമുണ്ട്. അതിനെപ്പറ്റി പറയാൻ അറഫ നോമ്പെങ്കിലും പിടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇതിനൊന്നും ഒരു പരിഗണന നമ്മൾ കൊടുക്കുന്നില്ല എന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം പരിഗണന നമ്മൾ ഇതിനൊക്കെ കൊടുക്കുന്നുള്ളൂ. അള്ളാന്റെ ഭാഗത്തുനിന്നും നമ്മുടെ വിഷയത്തിൽ ആ പരിഗണനയൊക്കെ ഉണ്ടാകൂ എന്ന് നമ്മൾ തിരിച്ചറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അതുകൊണ്ട് വരുന്ന ദിവസങ്ങൾ നിസ്സാരമായി തള്ളേണ്ട ദിവസങ്ങളല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി അമലുകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ദുൽഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ എന്ന് പറഞ്ഞാൽ അത് ഉളഹിയത്ത് തന്നെയാണ്. ദുൽഹജ്ജുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അമൽ അത് ഉളഹിയത്താണ്. അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ട, ഉരുവിനെ വാങ്ങേണ്ട, അന്വേഷിക്കേണ്ട, അതിനെ പരിപാലിക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹജ്ജും ഉളഹിയത്തും തമ്മിൽ കുറെ ബന്ധങ്ങളുണ്ടെന്നാണ്. ഹജ്ജും ഉളഹിയത്തും തമ്മിൽ ദുൽഹജ്ജ് മാസത്തിലെ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റും. ദുൽഹജ്ജ് 9 മുതൽ വരുന്ന 13 വരെ വരുന്ന 5 ദിവസങ്ങൾ, ആ 5 ദിവസങ്ങളിലാണ് ഹജ്ജ്. ദുൽഹജ്ജ് 10 മുതൽ 13 വരെ ഉള്ള 4 ദിവസങ്ങൾ, ആ 4 ദിവസങ്ങളിലാണ് ഉളഹിയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഉളഹിയത്ത് നിർവഹിക്കാന്ന് വെച്ചാൽ അത് ഉളഹിയത്താകൂല. ഇപ്പൊ ഹജ്ജ് ചെയ്യാന്ന് വെച്ചാൽ ഹജ്ജ് ആകൂല. പ്രത്യേക സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ട പ്രധാനപ്പെട്ട അമലാണ്. ഒരു ഹാജി ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ മുടി നീക്കം ചെയ്യാൻ പാടില്ല, രോമങ്ങൾ പറിക്കാൻ പാടില്ല, നഖം നീക്കം ചെയ്യാൻ പാടില്ല. ഉളഹിയത്ത് ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ ഉളഹിയത്ത് താൻ ഈ വർഷം ഉളഹിയത്ത് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ദുൽഹജ്ജ് 1 മുതൽ ഉളഹിയത്ത് നിർവഹിക്കപ്പെടുന്നത് വരെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. രോമം, മുടി, നഖം, ദുൽഹജ്ജ് 1 മുതൽ. ഹജ്ജിനും അങ്ങനെ തന്നെ. ഇഹ്റാം ചെയ്താൽ ഹജ്ജ് ചെയ്ത് പൂർത്തിയാക്കുന്നത് വരെ ഈ വസ്തുക്കൾ നീക്കം ചെയ്യാൻ പാടില്ല. ഉളഹിയത്തും അങ്ങനെ. ഹജ്ജ് ഒരു മനുഷ്യൻ ചെയ്ത് തീരുമ്പോ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? കയൗമി വലദത്തുഹു ഉമ്മു, ഉമ്മ പ്രസവിച്ച അവസ്ഥയിലാണ്. പാപങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധരൻ, ഒരു പാപമില്ല. ആ നിലക്ക് എല്ലാ പാപങ്ങളും ഹജ്ജിലൂടെ കഴുകപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും.
ഒരാൾ ഉളഹിയത്ത് നിർവഹിച്ചാലോ അങ്ങനെ ويغفر للمؤمن بأول قطرة من دمها. ഉളഹിയത്ത് നിർവഹിക്കുമ്പോ അതിന്റെ ആദ്യത്തെ തുള്ളി രക്തം മണ്ണിലേക്ക് വീഴുന്ന സമയത്ത് അത് നിർവഹിക്കുന്ന മനുഷ്യന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ആദ്യ തുള്ളി രക്തം നിലത്ത് വീഴുമ്പോ നിർവഹിക്കുന്ന ആൾ ചെയ്ത പാപം. ഫാത്തിമ ബീവിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ ഫാത്തിമ, അല്ലയോ ഫാത്തിമ, ഖൂമി ഫശ്ഹദി അലാ ഉളഹിയതകി, നിന്റെ ഉളഹിയത്തിന് നീ സാക്ഷിയാകണം. ഫാത്തിമ ബീവിയോട് മകളോട് പറയുകയാണ്, നിന്റെ ഉളഹിയത്തിന് നീ സാക്ഷിയാകണം. ഫഇന്നഹു യുഗ്ഫറു ലകി ബിഅവ്വലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ കുല്ലു ദംബിൻ അമിൽതിഹി. ഫാത്തിമ, നിന്റെ ഉളഹിയത്തിന്റെ ആദ്യത്തെ രക്തത്തുള്ളി നിലത്തേക്ക് വീഴുന്ന സമയത്ത് നീ ചെയ്ത മുഴുവൻ പാപങ്ങളും അല്ലാഹു പൊറുക്കും, എല്ലാം പൊറുക്കപ്പെടും. ആദ്യത്തെ തുള്ളി രക്തം നിലത്തേക്ക് വീഴുന്ന സമയത്ത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹജ്ജ് മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിച്ച് പരിശുദ്ധമാക്കുമെങ്കിൽ ഉളഹിയത്ത് അങ്ങനെയാണെന്നാണ്. വലിയ ബന്ധാണ് രണ്ടും തമ്മിൽ. പല വിഷയങ്ങളിലും സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 10 വർഷം മദീനയിൽ ജീവിച്ചിട്ട് ആ 10 വർഷവും ഉളഹിയത്ത് നിർവഹിച്ചിട്ടുണ്ടെന്നാണ്. ഒരു വർഷം ഒഴിവാക്കിയിട്ടില്ല. 10 വർഷം മദീന, 10 വർഷവും ഉളഹിയത്ത് നിർവഹിച്ചിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് അള്ളാന്റെ റസൂല് ഉളഹിയത്തിന് വേണ്ടി കൊണ്ടുവന്നത് 100 ഒട്ടകങ്ങളെയാണ്. ഒന്നോ രണ്ടൊന്നുമല്ല. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് 100 ഒട്ടകങ്ങളെയാണ് ഉളഹിയത്തിനായിട്ട്. എന്നിട്ട് നഹറ ബിയദിഹിൽ കരീമ, റസൂൽ സ്വന്തം കൈകൊണ്ട് ഉളഹിയത്ത് അറുത്തു. 63 എണ്ണത്തിനെ 63 ഒട്ടകങ്ങളെ അല്ലാഹുവിന്റെ റസൂല് സ്വന്തം കൈകൊണ്ടാണ് അറുത്തത്. അലി റളിയല്ലാഹു തആല എന്നിട്ട് ബാക്കിയുള്ളതിനെ അറുക്കാൻ അലിയാർ തങ്ങളെ ഏൽപ്പിച്ചു. അത് ഹജ്ജിന്റെ ഫിദിയോ പ്രായശ്ചിത്തോ അതൊന്നുമല്ല, ഉളഹിയത്തായിരുന്നു എന്നാണ്. 100 ഒട്ടകങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ എല്ലാ വർഷവും റസൂൽ ഉളഹിയത്ത് ചെയ്തിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാഇൽ പ്രത്യേകം 100 ഒട്ടകങ്ങളെ 63 സ്വന്തം കൈകൊണ്ടറുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ. അലി റളിയല്ലാഹു തആല അൻഹു റസൂലിന്റെ വഫാത്തിന് ശേഷം യുളഹി ബികബ്ശൈൻ, 2 ആടുകളെ എപ്പോഴും ഉളഹിയത്ത് അറുക്കും. അഹദുഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് റസൂലിനു വേണ്ടി, രണ്ടാമത്തേത് അലിയാർ തങ്ങൾക്ക് വേണ്ടി. ഒന്ന് സ്വന്തത്തിന് വേണ്ടി, രണ്ടാമത്തെ അല്ലാഹുവിന്റെ റസൂൽ. റസൂൽ വഫാത്തായി പോയി. സഹാബത്ത് ചോദിച്ചു, ഇതെന്താണ് ഈ 2 എണ്ണം? അദ്ദേഹം പറഞ്ഞു, അലിയാർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന് മുമ്പ് എന്നോട് ഇങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ വർഷവും അറുക്കണം എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല, ഞാനത് ഉപേക്ഷിക്കുകയില്ല. മരിച്ചവർക്ക് വേണ്ടി അവർ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പേരിൽ ഉളഹിയത്ത് അറുക്കാമെന്നാണ്. അവരുടെ പേരിൽ ഒരെണ്ണമോ ഷെയർ ചേർന്നോ അവർ വസിയത്ത് ചെയ്താൽ, ശഫീഇ മദ്ഹബ് അനുസരിച്ച് അവർ വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഷെയർ ചേർന്നോ അല്ലാതെ ഉളഹിയത്ത് അറുത്തിട്ട് അതിന്റെ കൂലി മരിച്ചവർക്ക് വേണ്ടി നമുക്ക് ഹദിയ ചെയ്യാം. അവർ വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ശഫീഇ മദ്ഹബ് അനുസരിച്ച്. ഇരിക്കട്ടെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കഴിവുള്ളവർ ഒറ്റയ്ക്കോ അതല്ലെങ്കിൽ പങ്ക് ചേർന്നോ ഷെയർ ചേർന്നോ ഉളഹിയത്ത് നിർവഹിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇതിനേക്കാളും വലിയ തെളിവുകൾ എന്താ നമുക്ക് വേണ്ടത്? ഇതൊരു വല്ലാത്ത ശുക്റാണ്. ഉളഹിയത്ത് എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഉപരി ഒരു വല്ലാത്ത ശുക്റാണ്, അള്ളാഹുവിനുള്ള നന്ദിയാണ്. നമുക്ക് പടച്ചവൻ ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ, ആ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനുള്ള വലിയൊരു ഉപാധിയാണ്.
പടച്ചവൻ നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ, അള്ളാഹു നമുക്കൊക്കെ നിഅമത്ത് തന്നിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അരവയറിന് വേണ്ടി നെട്ടോട്ടമോടിയിരുന്ന നമ്മുടെ കാരണവന്മാരുടെ കാലമൊന്നുമല്ല ഇന്ന്. ആ കാലമൊന്നുമല്ല. ചിലപ്പോ കമ്പനിയും വാഹനങ്ങളും ലക്ഷങ്ങളും കോടികളും വില വരുന്ന വാഹനങ്ങളും മാളികകളും ഒന്നും നമുക്കില്ലായിരിക്കാം. പക്ഷേ പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ട്. പടച്ചവന്റെ വല്ലാത്ത നിഅമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമുള്ളൂ. മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിലേക്ക് മാത്രം നോക്കി കണ്ണ് മിഴിച്ചിരിക്കുമ്പോ സ്വന്തത്തിലേക്ക് നമുക്ക് അല്ലാഹ് തന്നിട്ടുള്ള നിഅമത്തിനെ തിരിച്ചറിയാൻ പലപ്പോഴും പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെ പറ്റി മാത്രമാണ് ഓർക്കുന്നത്. അവർക്ക് അല്ലാഹ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്നുമില്ല. പക്ഷേ നമ്മുടെയൊക്കെ കാരണവന്മാരുടെ കാലത്തേക്ക് താരതമ്യം ചെയ്താൽ തന്നെ അല്ലാഹ് നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകളുടെ വലിപ്പം നമുക്ക് മനസ്സിലാകൂലോ. വേണ്ടല്ലോ, ഫലസ്തീനിലേക്ക് നോക്ക്, ഗസയിലേക്ക് നോക്ക്. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഒന്നിരിക്കൽ മിസൈൽ വീണ് അതല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുൻ. ഇന്നലെ തന്നെ 75 പേരാണ് ഗസയിൽ മരണപ്പെട്ടത്. കുട്ടികളും സ്ത്രീകളാണ് കൂടുതൽ. കുട്ടികളും 75 പേര്. എപ്പോഴാണ് മരണമെന്ന് പറയാൻ പറ്റൂല. യുദ്ധത്തിന്റെ തുടക്കത്തിലൊക്കെ ഇസ്രയേലിന്റെ ബോംബും പീരങ്കിയും അതല്ലെങ്കിൽ മിസൈലും അതിനെ മാത്രമാണ് അവർ പേടിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പട്ടിണിയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കുഞ്ഞുങ്ങളങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മിഞ്ഞ പാലില്ലാത്ത സ്ത്രീകൾ വാവിട്ട് കരയുന്ന ദൃശ്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കാണുമ്പോ അവരിങ്ങനെ പെടഞ്ഞ് മരിക്കുകയാണ്. അതൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോ ഈ ദുനിയാവിലെ ജീവിതത്തിൽ അല്ലാഹ് നമുക്ക് തന്നിട്ടുള്ള സമാധാനം എത്ര വലുതാണ്. ഇതിനൊക്കെയുള്ള ഒരു ശുക്ർ, അള്ളാഹുവിനുള്ള ശുക്ർ, പടച്ചവനുള്ള നന്ദി. റബ്ബ് നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ അത് നിലനിന്ന് കിട്ടാനുള്ള വലിയൊരു വഴി. അതോടൊപ്പം ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ദുനിയാവിൽ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളുടെ വാതിലുകളെല്ലാം അതെല്ലാം പരിഹരിക്കപ്പെട്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാനുള്ള വലിയൊരു വഴി അള്ളാന്റെ റസൂലിന്റെ ഹദീസുകൾ വെച്ച് ഉലമാ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് കഴിയുന്നവർ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിയില്ല ഒരാളെ കൂടി ചേർത്ത്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എല്ലാ വർഷവും ഞങ്ങൾ 7 പേരാണ്, അതുകൊണ്ട് ഈ വർഷവും 7. അങ്ങനെ ചിന്തിക്കണ്ട. സ്വന്തമായിട്ട് കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഒരാളെ കൂടി ചേർത്ത്, നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നവരോട് നമ്മൾ പറയാം, ഞാൻ ഈ വർഷം ഒറ്റയ്ക്കൊന്ന് ചെയ്യാൻ. അവരോട് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്യാം. ഇനി 7-1 ഷെയർ ഞാൻ ചേർന്നാൽ അടുത്ത വർഷം 7-1 ചേരേണ്ടി വരൂലേ? തുടർച്ചയായിട്ട് 7 വർഷം? അതൊന്നുമില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഈ വർഷം 7-1 ചേർന്നാൽ ഈ വർഷം നമുക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അടുത്ത വർഷം നമുക്ക് കഴിയൂലേ? ചെയ്യണ്ട. 7 വർഷം തുടർച്ചയായിട്ട് ചെയ്താലേ ഉളുഹിയത്താകൂ എന്നില്ല. 7-1 ചേർന്നാൽ അതൊരു ഉളുഹിയത്താണ്. നമുക്ക് കഴിയുന്ന നിലക്ക് നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ഇറച്ചിയുടെ തൂക്കം കൂടി പോകൂലേ എന്ന്. തൂക്കം കൂടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉളുഹിയത്ത് എന്ന് പറഞ്ഞാൽ സംസം പോലെയാണ്. അതൊരു ഇബാദത്താണ്. അത് കുടിക്കല് തന്നെ ഇബാദത്താണ്. സംസം കുടിക്കല് തന്നെ ഇബാദത്താണ്. ഉളുഹിയത്ത് ആ മാംസം കഴിക്കല് തന്നെ ഇബാദത്താണ്. എത്ര കിലോ ഉണ്ടെങ്കിലും അത് ഏതെങ്കിലും നിലക്ക് സൂക്ഷിച്ചോ അല്ലാതെയോ എത്ര കാലം വേണമെങ്കിലും അത് കഴിക്കാം. കഴിക്കല് തന്നെ ഇബാദത്താണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ വലിയൊരു ശ്രദ്ധ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നിരന്തരം എല്ലാ വർഷം ചെയ്യുന്നവർ ഒറ്റയ്ക്ക് എങ്ങനെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഷെയർ കുറച്ചെങ്ങനെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. അതിനെപ്പറ്റി ഇതുവരെ കഴിഞ്ഞു പോയ ഒരു വർഷവും ചിന്തിക്കാത്തവർ ഈ വർഷം എനിക്കെങ്ങനെങ്കിലും സാധിക്കുമോ എന്ന് പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുനിയാവിൽ നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാവിധ ഷർറുകൾ, ബലാഅകൾ, മുസീബത്തുകൾ എല്ലാത്തിനും തൊട്ടും അല്ലാഹു നമ്മെ കാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.